ഹലോ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമായിരുന്നു ഇന്ന് മാർക്കറ്റ് പോയത്. ഓക്കെ, ഞാൻ ഒരിക്കലും 26.011 താഴോട്ട് മാർക്കറ്റ് വരും എന്ന് പ്രതീക്ഷിച്ചില്ല. അതിന് താഴോട്ട് ഞാനിട്ട് ട്രേഡ് ചെയ്തും ഇല്ല. ഇന്ന് ഒരു പി പോലും ഞാൻ എടുത്തുമില്ല. അതിന് കാരണം എൻ്റെ ഒരു കൺവിക്ഷൻ ഇല്ലേ. നമുക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ കൺവിക്ഷൻ ഉണ്ടല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യൂ കാണും, എനിക്ക് എൻ്റെതായിട്ടുള്ള വ്യൂ കാണും ഇല്ലേ. അപ്പോൾ ആ വ്യൂ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം അതിനാണ് ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ട്രേഡ് സെറ്റപ്പ് നമുക്ക് അനുയോജ്യമായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തില്ല, ആ വഴിക്ക് ട്രേഡ് ചെയ്യത്തില്ല. ഒരു പക്ഷേ നമ്മുടെ വ്യൂ തെറ്റായിരിക്കും, നമുക്കെതിരായിട്ടായിരിക്കും, എതിർ ദിശയിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ അനങ്ങാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്, എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ 26.011 താഴോട്ട് എനിക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, ഞാൻ അതിൻ്റെ താഴോട്ട് മാർക്കറ്റ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോകളിലെല്ലാം ഞാനത് തന്നെ പറഞ്ഞു ഇല്ലേ. 26.011 താഴോട്ട് 26.011 വളരെ ശക്തമായൊരു സപ്പോർട്ട്. അതിന് താഴോട്ട് മാർക്കറ്റ് പോകത്തില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. പക്ഷെങ്കിൽ എൻ്റെ വിശ്വാസത്തെ തകിടം മറിച്ചുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, താഴോട്ട് പോയി. നമ്മുടെ രണ്ടാമത്തെ ലെവൽ 25,935 എന്ന് പറയുന്ന ആ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് അവിടെ കൺസോളിഡേറ്റ് ചെയ്തു ഇല്ലേ. അപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് പെർ പ്രൈസ് ആക്ഷൻ പ്രകാരം കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻ മാത്രം പാലിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രേഡ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ റിജക്ഷൻ ചെയ്യാണ്ട് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നു. വേണമെങ്കിൽ ഇവിടെ ഓൾറെഡി ഇവിടെ റിജക്ഷൻ ക്യാൻഡിൽ ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. വേണമെങ്കിൽ ഇവിടെ ട്രേഡ് എടുക്കാം. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല, പിന്നെ മുകളിലോട്ട് പോയെങ്കിലും ക്ലോസിംഗ് ഒന്ന് താഴെയാണ്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് നിങ്ങൾക്ക് നോക്കാം വേണമെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ എടുത്തവർക്ക് പ്രോഫിറ്റും കിട്ടി കാണാം. അതിനുശേഷം പിന്നെ തിരിച്ച് താഴോട്ട് ഇവിടെ വന്നു. ഇതിനുശേഷം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മേലോട്ട് പോയി. പക്ഷേ ഇവിടെ ഒന്നും ട്രേഡ് ഇല്ല കേട്ടോ, ഇവിടെ ഒന്നും ട്രേഡ് ഇല്ല. പിന്നെ നമുക്ക് ഇവിടെ ട്രേഡ് ഇത് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇവിടെ 26.011 താഴെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ റിജക്ഷൻ വന്നു ഇല്ലേ. അതിനുശേഷം ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രേഡ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യായിരുന്നു. പിന്നെ ഇവിടെ ഒന്നും ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഹൈ റിസ്ക് ട്രേഡുകളാണ്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒന്നോ രണ്ടോ ഓപ്പർച്യൂണിറ്റി ഒരു പക്ഷെങ്കിൽ ഇച്ചിരി റിസ്ക് എടുത്ത് ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി സൈഡിലോട്ട് വേണമെങ്കിൽ കിട്ടുമായിരുന്നു. പക്ഷേങ്കിൽ ഇന്ന് മാർക്കറ്റ് എന്താ പറയുന്നത്, എക്സ്പയറിയുടെ തലേദിവസമാണ്. വോളറ്റാലിറ്റി ഭയങ്കര കൂടുതലാണ്, DK വരും. അപ്പം ഈ പറയുന്ന പോലെ തന്നെ അത്ര വലിയ ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷേ കിട്ടിയില്ല. അത് രണ്ടാമത്തെ കാര്യം, ട്രേഡ് ഓപ്പർച്യൂണിറ്റി താഴോട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എത്ര പേര് യൂട്ടിലൈസ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് എൻ്റെ വ്യൂ പ്രകാരം എനിക്ക് 26.011 താഴോട്ട് ഒരു ട്രേഡ് ഇല്ലായിരുന്നു. ഓക്കെ, ഇനിയിപ്പം അങ്ങനെ സംഭവിച്ചു. മാർക്കറ്റിൽ ഇപ്പം എതിർദിശ മാറി. നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ദൈവമൊന്നുമല്ലല്ലോ, ആണോ? അല്ല. നമ്മൾ വിചാരിക്കുന്ന എപ്പോഴും നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന കാര്യമോ നമ്മൾ പറയുന്ന കാര്യമോ 100% അങ്ങനെ സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെയാണ് പിന്നെ വേറെ ആരും വേണ്ടല്ലോ, ഈ പരിപാടി അങ്ങ് തുടർന്ന് പോയാൽ മതിയല്ലോ. അങ്ങനെയല്ല. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മളെപ്പോഴും എന്താ പറയുക, സാധ്യതകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ വന്നാൽ, ഇങ്ങനെ പോയാൽ, ഇങ്ങനെ സംഭവിച്ചാൽ, ഇത് നമ്മൾ സാധ്യതകളെ പറ്റി സംഭവിക്കുന്നത്. അപ്പോൾ ആ സാധ്യതകളെ നമ്മൾ കണ്ടെത്തി മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വന്നു. എങ്കിലും വളരെ സ്ലോയിലാണ്, ഒറ്റയടിക്ക് താഴോട്ട് ഇനി പോരുമല്ല. 100 പോയിൻറ്റ് മാർക്കറ്റ് താഴോട്ട് വീണത്. 20 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ മാർക്കറ്റ് താഴോട്ട് വന്നു. താഴോട്ട് വന്നതിന് ശേഷം ഈ 100 പോയിൻറ്റ് മാർക്കറ്റ് ഇപ്പം ഡൗൺ ആണ് ഇല്ലേ. 100 പോയിൻറ്റ്, ഈ 100 പോയിൻറ്റ് വീഴാൻ രാവിലെ 6 മണിക്കൂർ എടുത്തു. 6 മണിക്കൂർ കൊണ്ടാണ് ഈ 100 പോയിൻറ്റ് ഫോളോ കിട്ടിയത്. അപ്പോൾ തന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 79 പോയിൻറ്റ് മാത്രമേ ബാങ്ക് നിഫ്റ്റി നെഗറ്റീവ് ഉള്ളൂ. എന്താ കാര്യം, ബാങ്ക് നിഫ്റ്റി നല്ലൊരു സ്ട്രോങ് അപ്സൈഡ് മൊമെൻറ്റമാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ വരെയും ഇവിടെ ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പോലെ ഒരു ഫോർമേഷൻ ഇവിടെ ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു പക്ഷേ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പക്ഷേ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി വീക്ക്നെസ് ആണ് ഇല്ലേ. നിഫ്റ്റി ഒരു വൺ സൈഡ് മാത്രമല്ല, തിരിച്ച് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ, പക്ഷേ ആ റിക്കവറി പൂർണ്ണമായിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നാളെ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നാളെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സാധ്യത നമുക്ക് പറയാനുള്ളത്, നമുക്ക് നാളെ അങ്ങനെ ഒരു സാധ്യതയെപ്പറ്റി സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധനം എന്തി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു റിക്കവറി കിട്ടാനുള്ള സാധ്യത നാളെ
ഇങ്ങനെ വന്ന് മാർക്കറ്റ് ഇങ്ങനെ വന്ന് ഇങ്ങനെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. നേരെ വരയ്ക്കാൻ പറ്റുന്നില്ല, ഒരു മിനിറ്റ്. ഒരു സെക്കൻഡ്. മാർക്ക് ഓക്കെ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനൊരു സാധ്യത, ഇങ്ങനൊരു സാധ്യത നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. എപ്പം എങ്ങനെ? ഈ 25,935 ഓക്കെ, 25,935 നമുക്ക് ബ്രേക്ക് ചെയ്യാത്തടത്തോളം, താഴോട്ട് ബ്രേക്ക് ചെയ്യാത്തടത്തോളം കാലം ഇങ്ങനൊരു റിക്കവറി വരാനുള്ള സാധ്യത മാർക്കറ്റിൽ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റിക്കവറി 26,100 വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ നമുക്ക് 26,011 കടന്നു കിട്ടണം. ഞാൻ ഇപ്പോഴും ബലമായിട്ട് വിശ്വസിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർഷം മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ 26,000 മുകളിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ അങ്ങ് തെറ്റായിരിക്കാം, എൻ്റെ നിഗമനം തെറ്റായിരിക്കാം, നിങ്ങൾ എന്നെ പൊങ്കാലി ഇടല്ലേ. പക്ഷേ എൻ്റെ കൺവിക്ഷൻ എന്ന് പറയുന്നത് 26,000 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ നാളെ എക്സ്പയറി ഡേ ആണ്. എക്സ്പയറി ഡേ ഭയങ്കര വോളറ്റാലിറ്റി കാണും. ഒരു പക്ഷേ നാളെ തന്നെ ഒരു പക്ഷേ 26,000 മുകളിൽ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഈ വർഷം ക്ലോസ് ചെയ്യും, 31-ാം തീയതി മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പം 26,000 മുകളിൽ തന്നെ ക്ലോസിങ് വരും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവസാനം വരെ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. അന്ന് പറഞ്ഞ് ഇത് വെച്ചുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും എടുത്തിട്ട് അവസാനം നഷ്ടം വന്നാൽ നിങ്ങളെല്ലാവരും എന്നെ തെറിവിളിക്കല്ലോ. ഓക്കെ, അപ്പോൾ ഞാനിതൊരു എന്താ പറയുന്ന ഒരു കോളോ പുട്ടോ മേടിക്കാനോ ഉള്ള ബൈക്ക് റെക്കമെൻഡേഷൻ ഒന്നും അല്ല പറയുന്നത്. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ബോധ്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, എൻ്റെ കൺവിക്ഷൻസാണ് ഞാൻ പറയുന്നത്. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത പ്രോബബിലിറ്റി അത് മാത്രമാണ് ഉള്ളത്. അപ്പം ഇതാണ് ഇതിങ്ങനെ ഇവിടെ കടന്നോട്ടെ. ഓക്കെ, അപ്പോൾ നാളെ മാർക്കറ്റ് ഇവിടുന്ന് അപ് ട്രെൻഡ് കിട്ടി. ഇത് 25,935 പൊട്ടാത്തടത്തോളം കാലം, ഓക്കെ, 25,935 പൊട്ടി താഴെ പോകാത്തിടത്തോളം കാലം മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അതിൻ്റെ കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 26,011 കടന്ന് കിട്ടണം. അങ്ങനെ 26,011 കടന്ന് കിട്ടിയാൽ ഒരു പക്ഷേ ഒരു ചെറിയ രീതിയിൽ ഒരു ഷോർട്ട് കവറിങ്ങിൻ റാലി പതുക്കെ ആയിരിക്കും. വളരെ ചെറുതായിട്ട് മൈന്യൂട്ടായിട്ട് പതുക്കെ അരിഞ്ഞ് മാർക്കറ്റ് മുകളിൽ. അപ്പോൾ നാളെ എക്സ്പയറി ആണ്, കൺസോൾട്ടേഷൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം നമ്മുടെ കയ്യിൽ ഒരുക്കി തീരും. അതുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറി മാത്രമേ ട്രേഡ് ചെയ്യാവൂ, നാളത്തെ എക്സ്പയറിൽ നിങ്ങൾ ട്രേഡ് ചെയ്യില്ല. അങ്ങനെ 26,000 നിലനിന്ന് പതുക്കെ ഗ്രൈൻഡ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ ഷോർട്ട് കവറിങ് ആരംഭിക്കും. അങ്ങനെ 26,100 വരെ എത്തും. 26,100 കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോർട്ട് കവറിങ് നല്ല രീതിയിൽ കൺഫേം ചെയ്യാൻ പറ്റും. 26,100 കടന്നാൽ അപ്പം അവിടേക്ക് എത്തുമെന്നുള്ള കാര്യം നമുക്ക് നാളെ കണ്ടറിയാം. എന്തായാലും 25,935 ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതിന് മുകളിൽ നിലനിന്നാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. അല്ല, ഇത് നിലനിർത്തുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത 25,876 25,836 ഒക്കെ നമുക്ക് കാണേണ്ടി വരും. ഓക്കെ, അപ്പം ഇതാണ് നിഫ്റ്റിയെ പറ്റി നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഹെവി വെയിറ്റ് ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിങ് സെക്ടറാണ് സത്യം പറഞ്ഞാൽ നിഫ്റ്റിയെ പിടിച്ചു നിർത്തിയത് വീഴാതെ. പക്ഷേ ഇനി റിലയൻസും IT-കാരുമാണ് കണ്ടോ, ഇൻഫിയും TCS, ഇവർ 3 പേരും കൂടാണ് നിഫ്റ്റി ഇത്രയും താഴെ കൊണ്ടുപോയത്. പക്ഷേങ്കിൽ നമ്മൾ HDFC നോക്കുകയാണെന്നുണ്ടെങ്കിൽ HDFC ഫ്ലാറ്റാണ്, ICICI വേറെ 7 പോയിൻ്റേ ഉള്ളൂ, കോട്ടക് ബാങ്ക് ഫ്ലാറ്റാണ്, ആക്സിസ് ബാങ്ക് ഫ്ലാറ്റാണ്, SBI എല്ലാവരും ഫ്ലാറ്റാണ്. അവർ ബാങ്കുകാരെല്ലാം വെരി ഫ്ലാറ്റായിരുന്നു. അതുകൊണ്ടാണ് നിഫ്റ്റി ഇത്രയെങ്കിലും പിടിച്ചത്. അല്ല, ബാങ്ക് നിഫ്റ്റി കൂടെ വീഴുമായിരുന്നെങ്കിൽ നിഫ്റ്റി ഒരു 200 പോയിൻറ്റിനടുത്തെങ്കിലും വീണേനെയും. പക്ഷേങ്കിൽ റിലയൻസും ഈ പറയുന്ന IT-യും കൂടെ സംയുക്തമായിട്ട് ചേർന്നാണ് നിഫ്റ്റി ഇത്രയും താഴെ കൊണ്ടത്. അപ്പോൾ നാളെ നമുക്ക് ഇവരൊരു പോസിറ്റീവ് സൈഡിലോട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് സ്ട്രോങ് ആണ്. അപ്പോൾ ഈ IT-കാരും റിലയൻസും കൂടെ ഒന്ന് ഈവൻ IT-കാരും എങ്കിലും സപ്പോർട്ടീവ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മുമ്പ് ബാങ്ക് നിഫ്റ്റിയിൽ നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് മൊമെൻ്റാണ്. താഴെ പോകുന്നില്ല, പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നത്. ഒരു പക്ഷേ ഈവൻ ഇന്ന് ഫ്ലാറ്റായിട്ട് വരെ തിരിച്ച് കയറി വന്നായിരുന്നു, ഇവിടം വരെ വന്നായിരുന്നു. 59,000 വരെ മാർക്കറ്റ് വന്നതിന് ശേഷമാണ് പിന്നെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ ഒരു പക്ഷേങ്കിൽ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ ഇവിടുന്ന് ഇങ്ങനെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇതൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ ഇവിടെ ഇങ്ങനെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലെവൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളത് വാച്ച് ചെയ്യുക. എന്തായാലും 59.040 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അപ്സൈഡ് റാലി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമ്മൾ മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ ഈ പറയുന്നത് തന്നെ ഒരു 1 വേ റാലിയായിരുന്നു. പക്ഷേ കൃത്യമായിട്ട് നമ്മുടെ 13,647 ഓക്കെ വന്ന് കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 651 ക്ലോസിങ്. ഓക്കെ, ഈ പച്ചലൈറ്റ് ഞാൻ പറഞ്ഞു ഇതൊരു മേജർ സപ്പോർട്ടാണെന്ന്. അപ്പോൾ ഒരു 2 മണിക്കൂർ മുന്നേ ഞാനിത് പറഞ്ഞു. ഓക്കെ, ഒരു 1.5 ആയപ്പോഴത്തേക്ക് സപ്പോർട്ട് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒരു മേജർ സപ്പോർട്ടാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ വന്ന് മാർക്കറ്റ് ഇപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് റിക്കവറി ഞാൻ മിഡ് ക്യാപ്പിനത് പ്രതീക്ഷിക്കുന്നു. ഇന്ന് മിഡ് ക്യാപ്പിനെ താഴെ കൊണ്ടുപോയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്സൺ ടെക്നോളജിയാണ് കൊണ്ടുപോയത്. ഡിക്സൺ നല്ല രീതിയിൽ വീണു, ഹീറോ മോട്ടോകോപ്പ് നല്ലപോലെ വീണു, BSE നല്ലൊരു വീണു. 3 പേരും BSE വലുതായിട്ട് വീണില്ലെങ്കിലും ഇത് ഹെവി വെയിറ്റേജ് സ്റ്റോക്കാണ്. ഹീറോ മോട്ടോകോപ്പും ഹെവി വെയിറ്റേജ് ആണ്. ഇവർ 2 പേരോട് ചേർന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ ഒരു പൊട്ടൽ കിട്ടി. അതിൻ്റെ കൂടെ ഡിക്സനോട് ചേർത്ത് പിന്നെ പിടിച്ചു നിർത്തിയത് കോഫോർജും കൊമിൻസും കൂടാണ് പിടിച്ചു നിർത്തിയത്. 55 പോയിൻറ്റും 10 പോയിൻറ്റ് കോഫോർജും കൂടെ അവർ രണ്ടോടാണ് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തിയത്. അത് എന്നിട്ടും 10-70 പോയിൻറ്റ് മിഡ് ക്യാപ്പ് പോകണം. അപ്പോൾ നാളെ ഇവരെ എല്ലാവരും ഒന്ന് പോസിറ്റീവ് സൈഡിലോട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തിരിച്ചൊരു റിക്കവറി നമുക്ക് മിഡ് ക്യാപ്പിൽ പ്രതീക്ഷിക്കാം. അങ്ങനെ റിക്കവറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 13,783 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് കാര്യങ്ങൾ പറയാം. വേറെ കൂടുതലൊന്നും പറയാനില്ല. കാരണം നമുക്കിനി അടുത്ത വർഷം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വരകളെല്ലാം മാറ്റി വരയ്ക്കണം. വരകളെല്ലാം മാറ്റി മൊത്തം വരെയും അഴിച്ച് പെറുക്കി വേണം നമുക്ക് വരയ്ക്കാൻ. അപ്പോൾ എന്തായാലും 2 ദിവസം കൂടെ ക്ഷമിക്കുക. അതുവരെ വെച്ച് നമുക്ക് ഈ ലെവലുകളൊക്കെ വെച്ച് തന്നെ മുന്നോട്ട് പോകാം. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വരകളും പിന്നെ ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അടുത്ത വർഷം നമ്മൾ എങ്ങനെയായിരിക്കണം എന്നൊരു വീഡിയോയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ സംഗതികളെല്ലാം ഒരു സെറ്റാക്കി എടുക്കണം. ഓക്കെ, അപ്പം എല്ലാവരോടും പറയുന്നത് സൂക്ഷിച്ച് കൊണ്ട് ട്രേഡ് ചെയ്യുക. നാളെ എക്സ്പയറി ആണ്. വെറുതെ ആവശ്യമില്ലാതെ വെള്ളമില്ലാത്തടത്ത് മുങ്ങാൻ നിങ്ങൾ നിൽക്കരുത്. ഓക്കെ, അപ്പം എല്ലാവരോടും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.